മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവമോ അന്തര്യങ്ങള. ദാവീദിൻ്റെ ഹൃദയം ദൈവം കണ്ടു അല്ലേ? റോമർ 2 വരുമ്പോൾ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, അകമേ യഹൂദനായ എത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ആരും പ്രതിഫലം തേക്കുന്നത് പോഴ്ച ദൈവത്തിൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞാൻ ഭൂപ്പന്മാരെന്നും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ട് ഞാൻ ദൈവത്തിൽ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞ മറുപടിയാണ്. നമുക്കൊരു സത്യം, നമ്മൾ വചനം വായിക്കും. ഞാനൊരു വിശ്വാസി. ചിലപ്പോൾ നമുക്ക് കോപവും പ്രയാസങ്ങളൊക്കെ വരാം. തെറ്റുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. ഞാൻ ബ്രദറിൻ്റെ തെറ്റ് ചെയ്തെങ്കിൽ കുഞ്ഞുങ്ങളോട് പോലും ഞാൻ ചില സമയത്ത് ഞാൻ പറയാം, എന്തെങ്കിലും കുറവ് വന്ന മോനെ പപ്പാടെ എന്നത്തെ സാഹചര്യം കൊണ്ട് പറയാൻ നമ്മൾ തയ്യാറാകണം. ഈ മാറ്റങ്ങൾ നമ്മളിൽ മാറ്റം വരണം. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞ് നാളെ വരുന്ന പപ്പാടെ തീപ്പൊരി പ്രസംഗം കണ്ടല്ലോ, ഞാൻ ഉണർവ് പ്രാർത്ഥിക്കാനാണെന്നറിയാമല്ലോ. എൻ്റെ തീപ്പൊരി പ്രസംഗം കണ്ടല്ലോ എൻ്റെ കുഞ്ഞ് വരണ്ടേ. അവനെ എൻ്റെ പപ്പായ്ക്ക് ലൈഫ്, അതായത് അവൻ രാത്രിയിൽ എൻ്റെ മുറിയിൽ കയറി, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറി നല്ല എൻ്റെ പെട്ടു അവിടെ കയറി ചിലപ്പോൾ പേഴ്സ് എടുക്കാനോ പുള്ളിക്ക് പുറത്തോട്ട് പോകാൻ അല്ലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട്. ഇപ്പോൾ അവന് ജോലിയുണ്ട്. അവൻ അവിടെ വരുമ്പം ഇരുട്ടത്ത് മുട്ടുപോയി നിൽക്കുന്ന, ചിലപ്പോൾ എൻ്റെ കാലെ തട്ടി നിന്ന് പപ്പാ പ്രാർത്ഥിക്കുവാന്നു അങ്ങനെ നിൽക്കുന്ന ഒരു രൂപം അവൻ്റെ ഹൃദയത്തിലുണ്ട്. മുഴങ്കാലിൽ നിൽക്കുന്നു. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ആരും ക്ലിയർ അല്ല. ഇപ്പം ഞാനീ പറയുന്ന ആൾ ഞാൻ പൂർണ്ണ സത്യസന്ധന ഞാൻ പറയുന്നില്ല. ഏറെക്കുറെ ഒരു മനസ്സാക്ഷി, ഒരു ദൈവഭയം നമുക്കുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ആടുകളെക്കുറിച്ച് എനിക്ക് ചിലത് ഭയങ്കര ഭാരം. നമ്മളെത്ര അനുസരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഇത് നിങ്ങൾ അനുസരിക്കത്തില്ല. എന്നാൽ ചിലർ അനുസരിക്കും നമുക്ക് സന്തോഷം. ഈ കുഞ്ഞുങ്ങൾ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ദുഃഖം തോന്നുന്ന കാര്യം നമ്മൾ ഈ സത്യസുവിശേഷം ഇവരോടെല്ലാം പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിയിരുന്നിട്ട് തെറ്റായ വഴി എന്തോ അവരുടെ ഇഷ്ടത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക്. ഞാൻ എപ്പോഴും പറയും, അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ചുറ്റും പേർക്കുന്ന കനാനിരുന്ന് കുഞ്ഞുങ്ങളെ എടുക്കല്. ഈ കുഞ്ഞുങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ അടുത്തിടയിൽ അങ്ങനെ പല വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു മകള് അതിനൊരു വിവാഹാലോചന വന്നപ്പോഴേ അപ്പൻ മദ്യപാനിയായിരുന്നു, മരിച്ചുപോയി. ഈ കുഞ്ഞെടുത്തത്, ആ കുഞ്ഞ് നല്ല ഫെയറാണ്, പക്ഷേ അത്ര ഫെയറുള്ളൊരു പയ്യനല്ല. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ നീ ഇങ്ങനെ, അവിടെ കുടുംബം മുഴുവൻ ഏറ്റവും പാരമ്പര്യ കത്തോലിക് ഓർത്തഡോക്സ് ആണ്. ഞാൻ ചോദിച്ചു നീ എന്തോന്നു ഉണ്ണ പറഞ്ഞ വർഷങ്ങളെ എനിക്ക് എൻ്റെ പിതാവിൻ്റെ പല അനുഭവങ്ങൾ കണ്ടിടത്തോളം പല പെൺകുഞ്ഞുങ്ങളും നമ്മുടെ വിശ്വാസം ത്യജിച്ച് പോയവരെല്ലാവരും എൻ്റെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവം തരുന്ന, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളൊരു ബന്ധം മതി. ഇന്ന് അതിനെ ഗൗരവപരമായി കാണാതെ ഒരു വിശ്വാസിക്ക് കത്തോലിക്കെന്നോ അവരുടെ വിശ്വാസം അവർക്കുണ്ടല്ലേ, അതിനെടുക്കാൻ നമുക്ക് റൈറ്റില്ല. നമ്മൾ വീണ്ടും ജനിച്ചവർ സ്നാനപ്പെട്ട യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച സ്നാനപ്പെട്ട കുഞ്ഞുമായിട്ടുള്ള വിവാഹം പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിനെ ഇഗ്നോർ ചെയ്യുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വേദനയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഫലം കായ്ക്കണേ പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം വേണം, പ്രാർത്ഥന വേണം. അപ്പോൾ ഇതൊക്കെ നമുക്കതിനെ അതിജീവിക്കാം. ഇപ്പം ആ സഭയിലുണ്ടായ സംഭവം ഉണ്ടാകത്തില്ലെന്നല്ല. ചിലപ്പോൾ പെട്ടെന്ന് അവർ വേണ്ടപ്പെട്ട ഒരാൾ പിടിച്ച് തുള്ളുന്നു അടിക്കുന്നു കണ്ടപ്പോൾ പെട്ടെന്ന് ജഡമല്ലേ നമ്മുടെ കൈ പത്രോസ് കണ്ടില്ലേ പെട്ടെന്ന് വാളെടുത്ത്. പക്ഷെ അതിനൊക്കെ ഇനി സഭകളിൽ ഈ പുറമേ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ വേർപെട്ടു നമ്മൾ ദൈവമക്കളാന്ന് പറയുന്നതിന് പകരം അകത്ത് ചാകാനുള്ള ഒത്തിരിയുണ്ട്. ഞങ്ങളുടെ ഒരു അമ്മച്ചി പണ്ട് പറയുമായിരുന്നു, അവനെ കുഴപ്പക്കാരനായിരുന്നു, സ്നാനപ്പെട്ടോടി അവനിപ്പോൾ കുതുന്ന ഭാവിയായി. എന്തോ ശരിക്കും പറഞ്ഞെന്തോ നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു, അവനെ മുക്കിക്കഴിഞ്ഞപ്പോൾ എന്തോ എന്നാൽ സ്നാനത്തിൽ അവനോട് അടക്കപ്പെടുക എന്നില്ലേ, കുതുന്ന ഭാവിയായി അവൻ. അങ്ങനല്ല. ചില ഇപ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ പറയല്ലോ, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കാര്യമൊക്കെ ശരിയാ, പക്ഷേ എൻ്റെ ഏടം അല്ല ഞാൻ ആരാന്നറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പഴയ ആൾ ഇപ്പോഴും നമ്മൾ ജീവിക്കുക. ആ ഒരു മരണം നമ്മൾ നടക്കണം. പണ്ടൊരു അമ്മച്ചി പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചിട്ട് വന്നിട്ട് ബാക്കി പറയാം, ഞാനിപ്പോൾ സമയമില്ല, ഞാൻ അങ്ങോട്ട് ഞാൻ പോയിട്ട് വന്നിട്ട്. അപ്പം നമ്മൾ ആ ഒരു മനോഭാവം മനുഷ്യരെല്ലാം ഉള്ളതാണ്, നമ്മളിലെല്ലാം ഉണ്ട്. അപലകേണ്ടത് കോപം നമ്മളിലെല്ലാം ഉണ്ട്. ഞാൻ അങ്ങനെ സംസാരിച്ചിരിക്കുക. പക്ഷെ നമ്മൾ പബ്ലിക് നമ്മളെ നോക്കുന്നത് ഫലം മാത്രമാണ്. അവർക്ക് വേറെ ഒന്നും. ഇന്ന് സോഷ്യൽ മീഡിയ ഞങ്ങൾ സത്യത്തിൽ ക്ഷമ ചോദിക്കുക. ഞാൻ ഈ കാണുന്ന വിശ്വാസികളോട്, ഈ കാണുന്നതും എടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി ദുഃഖം തോന്നുന്നു നമുക്കില്ലേ, ഒത്തിരി ദുഃഖം തോന്നുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കേൾക്കുന്ന സമൂഹമേ, ഭയഭക്തിയോട് ദൈവത്തെ ഭയപ്പെട്ട് കണ്ണുനീരോടെ ദൈവത്തെ ജീവിക്കുന്ന ദൈവദാസന്മാരും വിശ്വാസികളും ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകില്ല. പറഞ്ഞു അല്ലേ? എനിക്ക് അത്രയും മാത്രം ആ ഭാഗം അടുത്ത ചോദിച്ചു. നമ്മൾ ചോദിച്ചു വന്ന് ഈ കുടുംബജീവിതം, ആത്മീയത, ആ ബാലൻസ് തീർച്ചയായിട്ടും ഞാൻ പറയാം. ചെല്ലു പറയുന്നത്, എന്നാളൊരാൾ പറഞ്ഞിങ്ങനെ കുഞ്ഞിനെ ഒന്നെടുക്കുകയാണെന്ന് ഭാര്യ പറയുമ്പോൾ എന്തോ വിശുദ്ധി അദ്ദേഹത്തിൻ്റെ കുഞ്ഞാ, അപ്പം പ്രാർത്ഥനയെ ബാധിക്കും. ഏതാ അപ്പം നമ്മൾ ഈ ഒരു ആത്മീയതയിൽ നകത്തുനിന്ന്
കുടുംബജീവിതം നമുക്ക് അനുവദനീയമാണ്. ഒരു യൗവനക്കാരൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഒരു ഭാര്യയെ ഒരു ദൈവദൂതയെ പോലെ അവളെ കണ്ടിരിക്കുന്നു. ഒരു മകൻ ഒരു യൗവനക്കാരൻ പറഞ്ഞു, പക്ഷെ അവനെ തിരുത്തി ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവൻ്റെ കുടുംബജീവിതം ഇല്ല. അപ്പം ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെയും നമ്മുടെ കൂട്ടുദാസി കുഞ്ഞുങ്ങളെ ആ കൃപയിലേക്ക് കൊണ്ടുവരാൻ, ഞാനാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ മക്കൾക്ക് ജോലിയുണ്ടല്ലോ, അങ്ങനെ ഇടയ്ക്ക് വരും, കൊണ്ടാണ്ട് വരും, ഒരു പ്രാർത്ഥന സമയത്ത് അവിടെ വരണം. ഞാൻ അർജൻറ്റായിട്ട് പപ്പ അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ചോദിക്കും, പ്രാർത്ഥിച്ചു ഞായറാഴ്ച രാവിലെ മോനെ അവിടെ ആണെങ്കിൽ പള്ളിയിൽ പോയോ? ഞാൻ വിദേശത്തുള്ള സമയത്ത് എൻ്റെ പിതാവ്, അന്ന് ഞാൻ ഓർത്തഡോക്സ് സഭയിൽ എൻ്റെ പള്ളിയിൽ പോകടാ, ആ ഒരു രീതി ചോദിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധം, ഒരു കമ്മ്യൂണിറ്റി. ഇപ്പോൾ അവർ നോക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പപ്പായ മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളിലും. അപ്പോൾ നമ്മൾ ഇതുകൂടെ ബാലൻസ് ചെയ്ത് നമ്മൾ പോയില്ല. ഞാൻ ഉത്തരവാദിത്തം, പല ദേവാസന്മാരും ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്നില്ല. ഒരിക്കൽ അല്പം ചിരിക്കുന്ന കാര്യമാണല്ലോ, ഒരാൾ അടുപ്പയിൽ, അദ്ദേഹം മദ്യപാനിയാണ്, അടുപ്പയിൽ ഇങ്ങനെ അരി തൂവുക, പുള്ളിക്കാരത്തി വേദോസം വായിച്ചുകൊണ്ടിരിക്കുക. വേദോസം വായിച്ചുകൊണ്ടിരിക്കുന്ന അരി തൂവി വെള്ളം വന്നു. അപ്പോഴത്തേക്ക് അമ്മായിയമ്മയായിട്ടുള്ള അവർ വന്ന് നോക്കുമ്പോൾ ഒരു പാവം സാധാ വീടാ. ഇതൊന്ന് കാണുമ്പോൾ അവൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ പ്രാർത്ഥനയും ഉത്തരവാദിത്തങ്ങളെയും ഒരു മദ്യപാനിയായ ഭർത്താവിനോട് പറഞ്ഞ പാസ്റ്ററെ, ഭാര്യ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വരുന്നതിന് കുഴപ്പമില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീട് വൃത്തിയാക്കിയിട്ട് അവൾ പോട്ട്. ഉപവാസ പ്രാർത്ഥന നമ്മൾ ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ഏതാ. അപ്പം എല്ലാം ബാലൻസ് ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ വരുന്ന പ്രശ്നം, നമ്മൾ പല സ്ത്രീകളും ഡിപ്രസ്ഡായി അറിയാമല്ലോ, ആത്മഹത്യകളെ, പല കുടുംബജീവിതം, പല ദൈവദാസന്മാരും ദൈവദൂതന്മാരെ പോലെ തിളങ്ങി പ്രസംഗിക്കുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ ഭാവനം സന്തോഷമില്ല. കേൾക്കുന്നുണ്ടോ? ഒരിക്കലും എന്നോടൊരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞാണ്, പലപ്പോഴും ജീവിതം നഷ്ടപ്പെട്ട, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നേരിടുന്ന, ജീവിതം ലഭിക്കാത്ത സ്ത്രീകളുണ്ട് ഇല്ലേ? അവരിലെപ്പോഴും അവരെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ആ പാസ്റ്ററെ, മനസ്സിലായോ? അവിടെയെല്ലാം കുടുംബജീവിതവുമാണ്. ഞാൻ പലപ്പോൾ ഒരിക്കൽ പ്രധാനോട് പറഞ്ഞില്ലേ, ഞങ്ങളുടെ യാത്ര പോയാൽ എൻ്റെ ഭാര്യയില്ലാതെ, ഞാൻ സ്ത്രീകളുമായിട്ടിരുന്ന് പ്രേട്ടവരാണെന്നില്ല, എൻ്റെ ഭാര്യയില്ലാത്ത ഒരു കാര്യങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ദേവാസനെ പഠിപ്പിച്ച, ഒരു യാത്ര പോകുമ്പോൾ ഒരു സ്ത്രീ അമ്മച്ചിയാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ കാണണം. ഇതൊക്കെ ദേവാസന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളിലല്ല, കുടുംബവുമായുള്ള ബന്ധത്തിൽ അവരുടെ ആവശ്യങ്ങൾ. അതിലെ കുടുംബത്തെ പരിപാലിക്കാത്തവൻ എങ്ങനെയാണ് സഭയെ പരിപാലിക്കുന്നത്? അപ്പം അവരുടെ ആവശ്യങ്ങൾ വേണം. അപ്പം ഞാൻ എൻ്റെ ദൈവം എൻ്റെ എല്ലാം വിട്ടിറങ്ങി എൻ്റെ ദൈവം എന്നെ നടത്തുന്നു, ഇല്ല ഞാൻ അടുത്ത കാര്യത്തിന് എനിക്ക് പോയേക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? അപ്പോൾ നമ്മളിതെല്ലാം പ്രാർത്ഥനയ്ക്ക് മുൻസാനം കൊടുക്കുമ്പോൾ തന്നെയും കുടുംബജീവിതത്തിലെ കുടുംബ പ്രാർത്ഥനയ്ക്കും കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. പക്ഷേ അപ്പം നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ഇപ്പം എതിരുകൾ, ഉപദ്രവങ്ങൾ, അത് സഭയെ ബാധിക്കുമോ? എങ്ങനെ ബാധിക്കും? സുവിശേഷീകരണത്തെ ബാധിക്കുന്നു? അങ്ങനെയുള്ള ഞാൻ പറയുന്ന അബ്സല്യൂട്ട് ഞാൻ പറയാം, അത് ബാധിക്കത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം പഴയ നിമിത്തി പറയുന്നില്ല, പീഡിപ്പിക്കും തോറും, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ജനം വർദ്ധിച്ചെന്നാണ് പറഞ്ഞില്ലേ? എബ്രായ സ്ത്രീകൾ തുറവുള്ളവർ. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ പ്രതികൂലങ്ങളെല്ലാം ദൈവം അനുവദിക്കുന്നു. ചിലപ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട്, നമുക്ക് അനുകൂലമായ ഗവൺമെൻറ് വേണം, എന്നെ അനുകൂലമായ ഗവൺമെൻറ്റാണ്. നമ്മൾ വചനം പറഞ്ഞാൽ പ്രാർത്ഥിച്ച തിരിയും. നോക്കിയേ, പഴയ നിയമങ്ങളിൽ ഈ സുവിശേഷം നടന്നത് മുഴുവൻ ജാതീയ പശ്ചാത്തല, ദൈവത്തെ ഭയമില്ലാത്തവരുടെ നടുവിൽ ഒരു നെബൂഖദ്നേസർ ഉണ്ടായിരുന്നല്ലോ, ദൈവം കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നല്ലോ. ഒരു ഫറവോനെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നല്ലോ. ചന്ദ്രക്ക് മേശക്ക് അഭേദനകോമിനെ, ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ഈ പിള്ളേർ പറഞ്ഞ് നമസ്കരിക്കത്തില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും, ഇനി വിടുവിച്ചില്ലേലും. പക്ഷേ അവസാനം അതിൻ്റെ എൻ്റെ അറിയാമോ ബ്രദറിന്? അറിയാമല്ലോ. എന്തോ പറയുന്നത്? ചന്ദ്രക്ക് മേശക്ക് അഭേദനകോമിൻ്റെ ദൈവമാണ് ജീവനുള്ള ദൈവം. അത് പ്രൂവ് ചെയ്യണം. ഏലിയാ പറഞ്ഞു, എന്തോ ഇല്ലയോ പറഞ്ഞ്, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ എല്ലാവരെയും വിളിച്ചു. അപ്പം ഇനിയിപ്പം നമ്മൾ ഞങ്ങളുടേത് വലുതാ നിങ്ങളുടെ വലുതെന്നുള്ളതല്ല, നമ്മൾ പറയുന്ന സുവിശേഷത്തിനകത്തെ ശക്തി എന്തോ, നിത്യരാജ്യം. അപ്പം നമുക്കറിയാം, ഞാൻ ഇവിടെ ഈ ഫ്യൂണറലിന് പ്രസംഗിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ എല്ലാ ആധുനിക തിയോളജിയും നമ്മുടെ ആധുനിക ശാസ്ത്രങ്ങളും എല്ലാം ബുദ്ധി എല്ലാം വന്ന് നിൽക്കുന്ന കലറോടുകൂടി തീരുക, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. പക്ഷെ നോക്കിയ സ്വർഗത്തിൽ കയറി ഇറങ്ങി വന്നവനാ പറയുന്നത് അല്ലേ? കയറി ഇറങ്ങിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്, സ്ഥലം ഒരുക്കാൻ ഞാൻ പോകുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് അവിടെ പറയുന്നത് അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഉറപ്പുകൾ തരുമ്പോഴേ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എതിർപ്പുകൾ നമുക്കറിയാം. പല പ്രദേശം പേര് പറയുന്നില്ല, ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ദൈവവചനം ബൈബിൾ ധാരാളം അവിടെ പബ്ലിഷ് മീൻസ് പ്രചരിക്കപ്പെടുന്നു. എവിടെ എന്താ എതിർപ്പുകളുടെ നടുവിൽ ദൈവശക്തി അവിടെ വെളിപ്പെടുന്നത്. ദൈവം വെളിപ്പെടുന്ന സാധ്യതയുള്ളിടത്തല്ലേ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ പറയുവാണ് ഇംപോസിബിൾ, അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്.
സാറയുടെ ഗർഭപാത്രവും ഇദ്ദേഹത്തിൻ്റെ 100 വയസ്സും ദൈവത്തിൻ്റെ വിഷയമായിരുന്നു. ദൈവം ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ ശക്തമായ അഭിഷേകത്തിൽ നിൽക്കണം, ദൈവശക്തി നിൽക്കണം. നമ്മുടെ മേൽ പകർന്ന പുനരുദ്ധാരണത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയണം. സഭ ഭയന്നോടാനല്ല. അതാണ് ഞാൻ പറയുന്നത്. പ്രതികൂലങ്ങളൊക്കെ നമ്മളെ വളർച്ചയിലേക്ക്, മുമ്പേ പാസ്റ്റർ ജെറു പറഞ്ഞ പോലെ കഷ്ടങ്ങൾ എന്തുവാ, ചട്ടങ്ങൾ പഠിക്കാൻ അന്നേരം കരുത്ത് വരുന്നത്. അല്ലാതെ ചുമ്മാതിങ്ങനെ നമ്മളിങ്ങനെ അത്യാവശ്യം ഞാനും ഒരു വിളവെടുപ്പ് ഇട്ട്, ഞാനും ഒരു ക്ലേശം, ഞാനും ഒരു പാസ്റ്റർ, അങ്ങനെയല്ല. കൃപ പ്രാപിച്ചാൽ പോകുന്ന വെല്ലുവിളിയുള്ള സ്ഥലങ്ങളിലും പ്രതികൂലങ്ങളുള്ള സ്ഥലങ്ങളിലും അഭിഷേകത്തിന് നമ്മളെ 12 ക്രൂസടങ്ങൾ നടത്തി. അതേപോലെ വെല്ലുവിളിയുടെ നടുവിൽ അഭിഷേകത്തിന് നിറവിൽ നിന്നുകൊണ്ട് നമ്മൾ നിന്നാൽ സ്വർഗത്തിലും ഭൂമിക്കും അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ സംസാരിച്ച് സുശേഷീകരണത്തിൻ്റെ ശുശ്രൂഷകർ കുടുംബജീവിതത്തെ ഇതിൻ്റെ എല്ലാം ബാലൻസ് എല്ലാം പറഞ്ഞു. ഇതിനെല്ലാം കോമൺ ആയിട്ട് റിസൾട്ട് വരുന്നൊരു അടുത്ത മേഖലയുണ്ട്, അടുത്ത ജനറേഷൻ. ഇവരെ ഇതെല്ലാം എങ്ങനെ ബാധിക്കാം? പക്ഷെ അതൊന്നും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും അടുത്ത ജനറേഷനെ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ വരുന്ന ആൾക്കാരിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളെ ആയിരിക്കാം, അല്ലെ മറ്റ് സുശേഷകരെ ആയിരിക്കാം, സഭയിൽ ഉണ്ടായി വരുന്ന പുതിയ കുഞ്ഞുങ്ങൾ. അപ്പം അവരെ കൺസിഡർ ചെയ്ത് ഇവരെ ഇതെല്ലാം ബാധിക്കുമല്ലോ, ഒന്നീ പോസിറ്റീവായിട്ട് വരും. അപ്പം ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അവരെ ക്രിസ്തുവിൽ എങ്ങനെ കൂടുതൽ ഉറപ്പിക്കാൻ എന്നുള്ളത്, അവരെ ഉറപ്പിക്കാൻ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇവിടുന്ന് വിദേശങ്ങളിൽ പോകുന്ന കുഞ്ഞുങ്ങളോട് പോലും നമ്മുടെ സഭയിൽ നിന്ന് പോകുന്നവരോട് ഞാൻ പറഞ്ഞു, അവിടെ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട്, അറിയാമല്ലോ. അതാണ് ഏറ്റവും വലുത്. ഇപ്പം ഞാൻ പറയാം, ചില കുഞ്ഞുങ്ങൾ ഈ സ്ഥലത്ത് അങ്ങനെ ഒരു ആരാധന ഒന്നുമില്ല, ഇവർ ഉള്ള സ്ഥലം, എന്നാൽ പോലും തീഷ്ണത ഉള്ളവർ എന്തുവാനും പറയുന്നത് അവർ കണ്ടുപിടിച്ച് പോകുന്നവരുണ്ട്. ചില കുഞ്ഞുങ്ങൾ മുടന്തന്നായും പറയും, എനിക്ക് ജോലി തിരക്കിനിടയ്ക്ക് കിട്ടുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും പറയാം, തെറ്റിപ്പാനുള്ള 100 ചാൻസ് ഉണ്ട്. ഒരു ആത്മീയ കൂട്ടായ്മ പിതാക്കന്മാർ വെച്ചിരിക്കുന്ന ആഴ്ചയിലൊരു കൂട്ടായ്മ വേണം. ഇവിടെ ഒരു ദേവദാസനും ഭാര്യയും കൂടെ ബാംഗ്ലൂരിൽ പോയി ഒരു കല്യാണ ആവശ്യത്തിന് അദ്ദേഹം പോയതാണ്. അദ്ദേഹത്തിന് അവിടെ വലിയ പരിചയമൊന്നുമില്ല. ഞായറാഴ്ച രാവിലെ അദ്ദേഹം ഇങ്ങനെ ആരാധന തപ്പി 7-8 കിലോമീറ്റർ നടന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം പറഞ്ഞു, എവിടെ ഒരു പാട്ടോ വേളോ കേട്ടോ അവിടോട്ട് കയറി പുള്ളി ആരാധിച്ചു. ആ തീഷ്ണത കണ്ടു. ആ തീഷ്ണത കാണുന്ന ഒരു മക്കളെങ്ങനെ ആയിരിക്കും പറ, പപ്പ എങ്ങനെ? അപ്പം ഇവരെ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യേണ്ടത് ഒരു കൂട്ടായ്മയുമായിട്ട് ഇവരെ കണക്ട് ചെയ്യുക. സുവിശേഷം പറയും. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇവരെ ആകർഷിക്കാനുള്ള ക്യാമ്പുകളിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം ഇവരിലേക്ക് സുവിശേഷം. അപ്പോൾ നമുക്ക് പറയാം, കുഞ്ഞുങ്ങൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നല്ലോ, കുഞ്ഞുങ്ങൾ ഒത്തിരി നശിക്കുന്നുള്ളേ. നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത് മദ്യം, മയക്കുമരുന്ന്, അല്ലേ, ആ ലെവലിലേക്ക്, ആ നാശത്തിൻ്റെ നടുവിലും ഇങ്ങോട്ട് നോക്കി പാപം പെരുകിയിടത്ത് എന്താ വേദോസം പറയുന്നത്, കൃപ അത്യന്തം വർദ്ധിച്ചു. അത് തന്നെ എൻ്റെ ഒരു ചോദ്യമായിരുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന മദ്യത്തിൻ്റെ ഉപയോഗം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അല്ലാതെ അതിൻ്റെ അകത്ത് അക്രമം, ഓരോ അടിപിടി, വഴക്ക്, കൂട്ടം കൂടി വഴക്കുണ്ടാക്കുക, തല്ലുണ്ടാക്കുക, ഇതെല്ലാം പണ്ടുമുള്ളതാണ്. പക്ഷെ ഇന്ന് അതിൻ്റെയൊക്കെ ആക്രമിക സ്വഭാവം ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്ത് കൂടുതൽ നിന്ന് അത് ഇന്നുകൂടെ എക്സ്പോസ് ചെയ്യുന്നു. അങ്ങനെയും ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മനുഷ്യന് ഇച്ചിലൂടെ പണ്ട് അടിയും വഴക്കും എന്ന് പറയുന്നത്, പക്ഷെ ഇന്നൊരുത്തനെ കൊല്ലുന്നതിനധികം അടിയില്ല എന്ന് പറഞ്ഞാൽ ഇച്ചിലൂടെ ഉഗ്രന്മാരാകും. അത് കർത്താവ് പറഞ്ഞ ഒടുവിൽ അവരുടെ സ്നേഹം തണുത്തു പോവും. ആ ലെവലിലേക്ക് വന്നു. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഫിലിപ്പോസ് ശമരിയയിൽ പ്രസംഗിക്കുമ്പോഴേ അവിടെ ഒരു മന്ത്രവാദിയുണ്ട്, ശീമോൻ. ഇവിടെ ഒരു മന്ത്രവാദിയുണ്ട്. അവനിങ്ങനെ മഹതി എന്ന ശക്തിയാലല്ല ജനങ്ങളെ ഒത്തിരി വാഞ്ചിക്കുന്നു. പക്ഷെ അവിടെ ഒരു സുവിശേഷം നിർത്തിപ്പോയോ ഫിലിപ്പോസ് ആ എതിർപ്പുകളുടെ നടുവിൽ ദൈവരാജ്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പ്രസംഗിച്ചപ്പോൾ ശീമോൻ താനും കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അങ്ങനെ പറയുന്നത് അല്ലേ? അപ്പം ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ മാറണ്ട. നമ്മളതിൻ്റെ നടുവിൽ ഇപ്പം നമ്മൾ ആൻറ്റിവൈറസ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ സുവിശേഷത്തിന് അത്ര നരഭോജികളെ അല്ലേ നരസ്നേഹികളാക്കാൻ കഴിവുള്ളതാണ്, പവറുണ്ട്. അതല്ലേ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന് പൗലോസ് പറയുന്നത്. അത് പ്രസംഗിക്കണം. പറയുന്നത് ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സുവിശേഷമാണ് ഏറ്റവും വലുതാണ്. അത് ഞാൻ ഇത് പ്രശ്നം വർദ്ധിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു മ്യൂസിക് നൈറ്റ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതല്ല, അതിനകത്തും സുവിശേഷം വേണം. ഏത് തരത്തിലും ഇവരെ നേടാൻ. ചില പറഞ്ഞു കുഞ്ഞുങ്ങളുടെ തെറ്റുന്ന കണ്ടില്ല, അവരെ പാട്ട്, ഡാൻസ് എങ്ങനെയും നഷ്ടപ്പെട്ടു. എനിക്കൊരു കമൻറ്റ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ച്, ഒരു പാട്ടിനെ നമുക്ക് വികലമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഒരു പഴയ പാട്ട്, അതിനെ കുറച്ച് സ്പീഡും ആ ലെവലിൽ, അപ്പം ഒത്തിരി പേര് ആരാധിക്കുന്നു കുഞ്ഞുങ്ങൾ. അപ്പം അതിനകത്ത് ഒത്തിരി നെഗറ്റീവ് കമൻറ്റിനാണ് ആളുകൾ. ഒരുത്തൻ എഴുതി, എൻ്റെ സൗരങ്ങളെ പിള്ളേരെല്ലാം നശിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഏത് വിധേന ഇതുങ്ങളെ ഒന്ന് നേടാൻ വേണ്ടിയാണ്.
ഇപ്പം ചർച്ചിനകത്ത് നടക്കുന്ന ഒരു ആരാധന രീതിയുണ്ട്. ഇപ്പം പുറത്ത് ഇപ്പം കല്യാണത്തിന് പാടുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, അല്ലെ ഒരു മ്യൂസിക്കൽ ഒരു എക്സ്ക്ലൂസീവ് മ്യൂസിക് പ്രോഗ്രാം ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇതിന്റെ എല്ലാം ഓരോ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. എല്ലായിടത്തും നമ്മൾ കൈയടിച്ച് പാട്ട് പാടുക. അതേ പാട്ട് ഞാൻ ഈ മാർഗം കളി കളിക്കുന്നവർ ആ പാട്ട് പാടി മാർഗം കളി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ ആ പ്രോഗ്രാം ഞാൻ അതിന്റെ വിഷ്വൽസ് ഞാൻ കണ്ട, അതൊരു മ്യൂസിക്കൽ പ്രോഗ്രാം യങ് ജനറേഷന്റെ അതൊരു ഒരു ടിപ്പിക്കൽ ചർച്ച് സർവീസോ ആരാധന. പക്ഷെ പലപ്പോഴും ഈ ആൾക്കാർ പ്രതികരിക്കുന്നത് അത് ആരാധന കണ്ടോ, സഭാരാധന കണ്ടോ, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ്. അത് എന്താണെന്നറിയോ, ഈ യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത് യേശുവിൻ്റെ ശുശ്രൂഷ ഏറ്റവും വിമർശ പരീക്ഷന്മാർ എന്താണെന്ന് ചോദിച്ചാൽ അവർ കൊടുക്കാനെ കാണാനെ നമ്മൾ അറിഞ്ഞതിൽ നിന്ന് നമ്മൾ പണ്ട് നമ്മുടെ പിതാക്കന്മാർ കാളവണ്ടി അല്ലേ ഉന്തുവണ്ടി, ഇന്നൊരാൾ പറയാം ഞാൻ കാളവണ്ടിയിലേ കയറത്തുള്ളൂ. ഇന്നതല്ല, ഇന്ന് യാത്ര ചെയ്യാൻ ആ വാഹനത്തിൻ്റെ നിലവാരം മാറി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ വചനത്തിന് മാറ്റമില്ല. നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്, ആകാശം മാറും, ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന. പക്ഷേ മെത്തേഡ് എങ്ങനെയും ജനങ്ങളിൽ എത്തിക്കാനുള്ള, അത് ഞാൻ ആ പാസ്റ്റർ സ്പോർട്സിലൂടെ സുവിശേഷം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. അവരവർക്കുള്ള ഗിഫ്റ്റ് എന്തോ അതിലേക്ക് പറ. ഇവിടെ ഒരു പച്ചക്കറി നടന്നൊരു മനുഷ്യൻ ഇങ്ങനെ വീടുകളിൽ പോകുമ്പോൾ അയാൾ യേശുവിനെ കുറിച്ച് പറയും. അപ്പം എന്തെല്ലാം ഇവിടെ പ്രതികൂലം വന്നാലും നമ്മുടെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിക്കും അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Therefore you go and preach the gospel. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പവർ ഉണ്ട്, നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ ഈ വിമർശിക്കാൻ എടുക്കുന്ന ഈ സമയവും ആരോഗ്യവും ഈ എന്തോ അതിന് പറയുന്ന ഒരു ഉഗ്രഭാവം ഉണ്ടല്ലോ, ഒരു നമ്മുടെ തീഷ്ണത, ഈ തീഷ്ണതയിൽ ഒരു പകുതിയെങ്കിലും സുവിശേഷം അറിയിക്കാൻ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അറിയിക്കും. ഇപ്പം ഈ റീസെന്റ് ഞാൻ കണ്ട ചില കാര്യങ്ങൾ, ഇപ്പം സ്പോർട്സിലെ ആൾക്കാർ അവർക്കൊരു വിജയം വരുമ്പോൾ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒന്നീ ആക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ആയിരിക്കാം. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിനകത്ത് വളരെ അത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അത് നോക്കുമ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിന്റെ ആരംഭ പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാം ഒരു ക്രിസ്തീയത, ഒരു ദൈവമില്ല എന്നുള്ള രീതിയിലുള്ള കലാരൂപങ്ങളും അങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളായിരുന്നു ആ സംഘാടകർ പോലും. കാരണം ലോകത്തിന്റെ പോക്കിപ്പം അങ്ങനെയാണല്ലോ. പക്ഷെ അതിൻ്റെ അകത്ത് വിജയിച്ചു വരുന്ന ആൾക്കാർ ക്രിസ്തുവിനെ ഉയർത്തി. അപ്പം സിസ്റ്റങ്ങൾ പലതും മാറും. പക്ഷെ സിസ്റ്റങ്ങൾ മാറുമ്പോഴും എന്താണേലും നമ്മൾ നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ പ്രസൻസ് കൊണ്ടോ ക്രിസ്തുവിനെ ഉയർത്തേണ്ട. ഞാൻ ഒരിക്കലും പാസ്റ്റർ തോമസ് പി തോമസ് ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അന്ന് വിശ്വാസികളെല്ലാം കൂടെ ഞങ്ങളിങ്ങനെ ഒരു ബോട്ട് എടുത്ത്, അപ്പം അദ്ദേഹം ആ പബ്ലിക്കിൻ്റെ നടുവിൽ അവിടെ യേശു ആരാധന ഗിറ്റാറൊക്കെ കൊണ്ട് പാട്ട് പാടി യേശുവിൻ്റെ സുവിശേഷം പറയും. ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അവർ ഇൻഡയറക്റ്റായിട്ടാണെങ്കിൽ അറിയാമല്ലോ, ഒത്തിരി ഫേസ് ചെയ്യുന്നില്ല, അവരെല്ലാം ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയുള്ള തരത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ദേവദാസന് പക്ഷെ വളരെ പേഴ്സണൽ അറിയാം. അദ്ദേഹം ഞാനും കൂടെ ഇപ്പോൾ എറണാകുളത്ത് തിരുവനന്തപുരത്തും ഒക്കെ പല മീറ്റിങ്ങിനും പോരുന്ന വഴിക്ക് അദ്ദേഹത്തിന് കണ്ടൊരു പ്രത്യേകത. അദ്ദേഹം ഇങ്ങനെ പറയും, യാക്സ പരിചയമില്ലാത്തൊരു കടയിൽ വണ്ടി നിർത്തണം, ചായ കുടിക്കണം. സാധാരണ നമ്മൾ നേരെ തിരിച്ചാ പറയുന്നത്, പരിചയമുള്ള. അപ്പോൾ പരിചയമില്ലാത്ത കട വെറുതെ അവിടെ നിർത്തി കാരണം വെച്ചാൽ ആൻറ്റി ഒരു ചായ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിശേഷം, ആൻറ്റി എത്ര നാളായി ഇവിടെ കച്ചവടമൊക്കെ പറഞ്ഞു, മക്കളൊക്കെ. അപ്പം ചിലർ പറയും മക്കളൊക്കെ നല്ല നിലയിലായി. ആൻറ്റി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞാനൊരു പാസ്റ്ററാണ്, പ്രാർത്ഥിക്കാം കേട്ടോ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ പറയും മക്കളെല്ലാം അനുഗ്രഹിക്കും, നിങ്ങൾ വിഷമിക്കേണ്ട, യേശു ഞാനത് പ്രസംഗിക്കുന്ന ആളാണ്, യേശു നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഒരു വാക്കിൽ. അതായത് അദ്ദേഹം സഞ്ചരിക്കുന്ന പോലെ. അപ്പം നമ്മൾ ഇന്ന് അവിടെ കണ്ടു നല്ല ചായ കുടിച്ചു, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവിടെ കയറരുത്, പുള്ളിയുടെ പോളിസി അതാ, അവിടെ കയറുമല്ലേ. അങ്ങനെ പരിചയമില്ലാത്തൊരു കടയിൽ പോയി നമുക്ക് നിർത്താം ചായ കുടിക്കാം. അപ്പം സുവിശേഷം എങ്ങനെയും എത്തിക്കാം, അത് പ്രസന്റ് ചെയ്യാം, അതിനുള്ള വേദികളാക്കി നമ്മുടെ ദൈനംദിന ജീവിതം തന്നെ. ഈ എതിർപ്പുകളുടെ നടുവിൽ നമ്മൾ അടങ്ങിയിരിക്കരുത്. അപ്പോസ്തലന്മാർ നമുക്കറിയാം ചെതറിപ്പോയപ്പോഴും വചനം പറയുന്നത് ചെതറിപ്പോയിടത്ത് അവർ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞല്ലേ. നമ്മുടെ ഈ ഒരു നിലവാരം മാറ്റണം. അവരിന്നവരാ ഇവരിന്നവരാ ഇതെല്ലാം മാറ്റിക്കൊണ്ട് പൊതുവായി നിന്ന് യൂണിറ്റിയിൽ, പെന്തിക്കോസ്ത് മാളിക മുറിയിൽ അതല്ലേ പറഞ്ഞു, അവർ ഒരേ ആത്മാവിൽ ഒരുമനപ്പെട്ട് അല്ലേ. അപ്പം നമ്മൾ ഐക്യതയിലേക്ക് വരും, ദൈവം അത് കൊണ്ടുവരും. അന്നേരമായിരിക്കും ഒരു പക്ഷേ ഉണർവിൻ്റെ ചലനങ്ങളുണ്ടാകും. ഇതിനോട് ചേർന്നൊരു ചോദ്യം, ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് ആത്മീയ അധികാരങ്ങളുണ്ട്. ഇപ്പം ശുശ്രൂഷകർ ക്രിസ്തുവിലായവർക്കുള്ള ആത്മീയ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ പ്രശ്നങ്ങളിലെല്ലാം ഇരിക്കുമ്പോഴും.
ഈ പ്രശ്നങ്ങൾക്ക് മധ്യേ അല്ലെ പ്രശ്നങ്ങൾക്ക് നിൽക്കുമ്പോൾ സുവിശേഷം അറിയിക്കാൻ എല്ലാ കാര്യങ്ങളിലും ആത്മീയ അധികാരമുണ്ടല്ലോ, അത് തിരിച്ചറിയുകയോ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ജസ്റ്റ് ഞാൻ അതേക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഈ പെന്തിക്കോസ്ത് വിശ്വാസത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വിഷം അല്ലേ ചിന്തയാൽ അവരെ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് അല്ലെ ഉപവസിച്ച് ബോധബാധം. ഇന്ന് തണുത്തു പോയതിൻ്റെ കാരണം വേറൊരു ടീച്ചിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും വേണ്ട. ആദ്യകാലങ്ങൾ അവർ ആ അപ്പോസ്തലപ്രവർത്തനത്തിൽ അതുപോലെ വിശ്വസിച്ചിരുന്നു. എന്തോ യേശു പറഞ്ഞ കർത്താവേ കർത്താവേ എന്നോട് പറയുന്നവനല്ല, ആ നാളുകളിൽ വരും ഞാൻ അത്ഭുതം ചെയ്തു. ആരെക്കുറിച്ചാണ്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ, വ്യവസ്ഥ വിടുന്നവരെ കുറിച്ചാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ അധികാരം യേശുവിൻ്റെ നാമത്തിൽ ഉപയോഗിക്കണം. മറ്റുള്ളവർ ആ ഹീലിംഗ് കാണാൻ. ഞാൻ പറഞ്ഞില്ല, തളർന്ന് കിടന്ന അമ്മാമ്മ എഴുന്നേറ്റ് നടന്നു, ഇപ്പോൾ ബോംബെ പോയിരിക്കുക കേട്ടോ. യാത്ര പോലും ചെയ്യാൻ വയ്യാതെ കട്ടിലെ കിടന്ന ബെഡ് റിഡൻ, അറിയാമല്ലോ. ഇനിയിപ്പോൾ വരുന്നുണ്ട്, ജൂണിൽ വരും. അപ്പം പോകുന്നവരോടെല്ലാം പുള്ളിക്കാലത്ത് സുവിശേഷം പറയുന്നത്, ഞാൻ കടപ്പ് രോഗിയായിരുന്നു, ബെഡ് റിഡൻ ആയിരുന്നു, എന്നെ ദൈവം സൗഖ്യമാക്കി അല്ലേ. അപ്പം നമ്മൾ ആ നാമത്തിലുള്ള അധികാരം, യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം ഉപയോഗിക്കാൻ സഭയെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എത്രയോ നൂറ് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മൾ ഒരു രോഗമോ വ്യാധിയോ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മരുന്ന് കുഴപ്പമില്ല, മരുന്നെടുത്തു, അല്ല നമുക്ക് ദൈവം കഴിഞ്ഞെങ്കിലേ അതിനും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. രോഗിക്ക് വൈദ്യനെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ നീതി മൈ റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, എൻ്റെ നീതിമാൻ. പക്ഷെ അന്നേരവും നാമത്തിൻ്റെ അധികാരം ഉപയോഗിക്കും. ഓരോ ദിവസവും പറയും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളത് കാണണം. കുഞ്ഞുങ്ങളെ നോക്കി അവിശ്വാസൻ്റെ വാക്കുകൾ പറയുന്നതിന് പകരം വിശ്വാസൻ്റെ വാക്കുകൾ പറയണം. അപ്പം നമ്മൾ നാമത്തിൻ്റെ അധികാരം, നമ്മളിരിക്കുന്ന പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. യേശു ഇരിക്കുന്ന അതേ സ്ഥലത്താണ് നമ്മളെ ഇരുത്തിരിക്കുന്ന ആത്മാവിൽ അല്ലേ. ആ നാമം നമുക്ക് സഭയ്ക്ക് തന്നിരിക്കുക അധികാരം. ആ നാമത്തിൽ ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനും ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ നാമം ഉപയോഗിക്കണം. അപ്പം നാമം ഉപയോഗിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്രയോ പ്രതികൂലങ്ങളുടെ നടുവിലല്ലേ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നത്. നമുക്കവിടെ ജയമുണ്ട്, അവിടെ ദൂതന്മാരുണ്ട് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആ തണുത്ത് നമ്മളെന്തോ കർത്താവേ നീ എപ്പോൾ വരുമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പാട്ടുകളില്ലായിരുന്നു. നല്ല കാര്യം, പ്രത്യാശയില്ലാതെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഏറ്റവും വലുത് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എപ്പോൾ ഇസ്രായേലിൻ്റെ കാലം യഥാസ്ഥാനപ്പെടുത്തും? യേശു പറയാം, നിങ്ങൾക്കറിയേണ്ട കാര്യമല്ല. പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന നാളുകളെയോ കാലങ്ങളെയോ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേർ വരുമ്പോൾ യു ഷാൽ റിസീവ് ദ പവർ, യു വിൽ ബി മൈ വിറ്റ്നസ് അല്ലേ. ജെറുസലേം, ജൂദിയ, ശമരിയ, നിങ്ങൾക്ക് ഡ്യൂട്ടിയുണ്ട്. അപ്പം നമുക്കിവിടെ സഭയ്ക്ക് ഡ്യൂട്ടിയുണ്ട്. റെസ്റ്റില്ലാതെ നമ്മൾ ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ അവിടുത്തെ ഇങ്ങനെ പ്രശ്നം വന്നു, ഏതെങ്കിലും ഇടത്തിനിടുന്ന തോണ്ടിയെടുത്ത് അത് മുറിച്ച് ഇട്ട് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവേ അതെൻ്റെ കൂട്ടു സഹോദരന് എങ്ങനെയും സുവിശേഷം. ഞാനതുകൊണ്ടാണ് പറഞ്ഞു, ഒരു നെഗറ്റീവ് കമൻറ്റ് ഒരു കാര്യം കണ്ടാൽ ഞാനത് എക്സ്പോസ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പോകത്തില്ല. ഞാൻ പ്രാർത്ഥിക്കും, ഹൃദയം ദുഃഖം വരും, ദൈവമേ അല്ലേ. അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണല്ലോ. അപ്പം അതുകൊണ്ട് കൃപയുടെ കണ്ണിലൂടെ എല്ലാം കാണുക, കൃപയുടെ സുവിശേഷം. ഇപ്പം നിന്റെ തെറ്റിനെ ന്യായീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റ് തന്നെ. യേശു പറഞ്ഞല്ലോ, സ്ത്രീയെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ, ഞാനും വിധിക്കുന്നില്ല, പക്ഷെ പൊയ്ക്കൊള്ളുക, പാപം ചെയ്യാനെന്ന് പറഞ്ഞ അല്ല, പാപം ഇനിയും പാപം ചെയ്യല്. ആ കുളക്കരെ കടന്നുകൊണ്ട് പറയുന്നുണ്ട്, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനിയും പാപം. അപ്പോൾ പാപം അല്ല, അങ്ങനെ കോംപ്രമൈസ് ഉണ്ട്, ഒന്നും കുഴപ്പമില്ല, ദൈവം കൃപയാ. അങ്ങനെയില്ല. ദൈവം നമുക്ക് അതിൻ്റെ കൃപ നമുക്ക് പാപത്തെ ജയിക്കാൻ, അല്ല പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അപ്പോൾ നമ്മൾ പരസ്പരമായിട്ടൊക്കെ മനസ്സിൽ ഒത്തിരി ദുഃഖകരമായ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഭയത്തോടും പുറയിലോടും നീതിയോടും വിശുദ്ധിയോടും ദൈവത്തെ സേവിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ പുറമേ ഉള്ളതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം നമ്മുടെ അകം ദൈവമായിട്ടൊരു ബന്ധം, പരിശുദ്ധമായിട്ടൊരു ബന്ധം, യേശുവേന്ന് കർത്താവേന്ന് ഞാൻ വിളിക്കുമ്പോൾ, ഞാൻ അടുത്തിടെ അറിയാം, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം കേരളത്തിൽ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ പത്തനംതിട്ട എന്ന പ്രദേശത്ത്, അത്ര ഞാൻ പറയാം, സ്റ്റേഡിയത്തിൽ. അപ്പോൾ ധാരാളം ദേവദാസന്മാരുടെ നിൽപ്പുണ്ട്, എല്ലാം നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മീശയും ഒരു ജീൻസും ഒക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷിക്കാൻ വന്ന് റാംബാവുക, അതും പറഞ്ഞേക്കാം. പക്ഷേ അദ്ദേഹം ഫാദർ എന്ന് വിളിക്കുമ്പോഴത്തേന് അവിടെ സ്റ്റേജിങ് ദേവദാസന്മാരെല്ലാം കണ്ണ് നിറഞ്ഞൊഴി. അത്ര പ്രസൻസ്, 5, 8, 10 മണിക്കൂർ കർത്താവിനുണ്ട്. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ ജഡിയ പുറമേ നോക്കും, പക്ഷേ പരിശുദ്ധാത്മാവുള്ള ബന്ധമാണ്. ദൈവം എപ്പോഴും നോക്കുന്ന ബന്ധമാണ്. എന്താണ് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായി, ആ തടസ്സം നിൽക്കുന്നത് എന്താണ്? മാറ്റിക്കോണം. ആ തടസ്സം ലോകസ്നേഹം പറയുന്നുണ്ട്, ജഡമോഹം, കൺമോഹം. ദൈവത്തിന് ഇഷ്ടമല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മുട്ടുമ്പോൾ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് യാതൊന്നും എനിക്ക് തടസ്സമായിട്ടില്ല. ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തടസ്സമുണ്ട്, പരിശുദ്ധം എന്നെ അറിയിക്കും. ആ ഒരു ബന്ധം നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ
സമാധാനത്തോടും സന്തോഷത്തോടും സുവിശേഷം അറിയിക്കാനും ജയത്തോടെ ജീവിക്കാനും എത്ര പ്രതികൂലം വന്നാലും അതിനെ പത്രോസ് ചോദിച്ചില്ലേ, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ പേടിക്കണോ ചോദിച്ചാൽ മുന്നേറാൻ നമുക്ക് കഴിയും. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ കൂടുതലായിട്ട് ബ്രദർ ചോദിച്ച കാര്യങ്ങൾ സുവിശേഷീകരണത്തിൻ്റെ പല തലങ്ങളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും, ഞാൻ ഒന്ന് ബാലൻസ് ചെയ്താണ് ഞങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാരല്ല, പക്ഷേ ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മുടെ പാരമ്പര്യങ്ങൾ നല്ല പാരമ്പര്യങ്ങൾ നല്ലതാണ്. എന്നാൽ വ്യത്യസ്തമായിട്ട് നമ്മൾ എങ്ങനെയും ഈ തലമുറ നഷ്ടപ്പെടുന്നതിനെ നേടുവാൻ പൗലോസ് പറഞ്ഞ യഹൂദനെ നേടേണ്ടതിന് ആ തീയിൽ നിന്ന് ചിലതിനെ വലിച്ച് കയറ്റാൻ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം ധാരാളം അനുഗ്രഹിക്കും. ആമേൻ.